മനുഷ്യന്റെ തലച്ചോറിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നതെന്താ? തലച്ചോറ് ചെറുപ്പത്തിൽ മാത്രമേ വളരൂന്ന്. പക്ഷെ അത് തെറ്റായിരുന്നു. സത്യം പറഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന ഓരോ പുതിയ കാര്യവും നിങ്ങളുടെ തലച്ചോറിനെ അക്ഷരാർത്ഥത്തിൽ മാറ്റുകയാണ്. തലച്ചോറിന്റെ ഈ കഴിവിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാ ശരിക്കും വർക്ക് ചെയ്യുന്നത്? പഠനത്തിനായി തലച്ചോറിന് 3 തരത്തിൽ മാറാൻ കഴിയും. അതിൽ ഏറ്റവും വേഗതയേറിയത് ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, തലച്ചോറിലെ കോശങ്ങൾക്കിടയിലുള്ള രാസസിഗ്നലുകൾ കൂട്ടുന്നു. ഇത് പെട്ടെന്നുള്ള ഓർമ്മയ്ക്ക് നല്ലതാണ്. എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്ത് മിടുക്കനായി, പക്ഷെ പിറ്റേന്ന് നോക്കുമ്പോൾ എല്ലാം മറന്നുപോകുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയുണ്ടാകുന്നത് ഈ ചെറിയ നേട്ടങ്ങൾ രാസമാറ്റം കൊണ്ടാണ്. എന്നാൽ ശരിക്കും പഠിക്കണമെങ്കിൽ ഘടനയിൽ തന്നെ മാറ്റം വരണം. അതായത് തലച്ചോറിലെ കണക്ഷനുകളില് ഭൗതികമായ മാറ്റങ്ങൾ വരുന്നു. ഇങ്ങനെയാണ് പഠിക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ ഉറക്കുന്നത്. ബ്രെയിൽ ലിപി വായിക്കുന്നവരിലും ലണ്ടനിലെ ടാക്സി ഡ്രൈവർമാരിലുമൊക്കെ ഇത് വ്യക്തമായി കാണാൻ സാധിക്കും. മൂന്നാമത്തേതാണ് പ്രവർത്തനപരമായ മാറ്റം. തലച്ചോറിന്റെ ഒരു ഭാഗം കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ എളുപ്പത്തിൽ ആക്റ്റീവാവും. ഇതൊക്കെ കൊള്ളാം. പക്ഷേ തലച്ചോറിന് ഇത്ര കഴിവുണ്ടെങ്കിൽ പിന്നെന്താ നമുക്ക് പഠിക്കാൻ ഇത്ര പാട്? സ്ട്രോക്ക് വന്നവർക്ക് പഴയ പോലെ ആകാനുള്ള ബുദ്ധിമുട്ട് തന്നെ ഇതിന്റെ ഒരു ഉദാഹരണമാണ്. അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കാരണം ഈ പ്ലാസ്റ്റിസിറ്റിക്ക് നല്ലതും ചീത്തയുമുണ്ട്. പുതിയത് പഠിപ്പിക്കാനും ദുശ്ശീലങ്ങൾ ഉണ്ടാക്കാനും ഇതിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതും ചെയ്യാത്തതുമായ ഓരോ കാര്യവും നിങ്ങളുടെ തലച്ചോറിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിവിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? അതിലെ ഒന്നാമത്തെ കാര്യം നോക്കാം. മാറ്റം കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല വഴി നിങ്ങളുടെ പ്രവൃത്തികൾ തന്നെയാണ്. പ്രാക്ടീസ് ചെയ്തേ മതിയാവൂ. പഠിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നത് നല്ലതാണ്. അത് നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ ശക്തമാക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം. ഇത് പഠനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റുന്ന ഒന്നാണ്. പഠിക്കാൻ എല്ലാവർക്കും ഒരേ രീതിയല്ല. കാരണം ഓരോരുത്തരുടെയും തലച്ചോറ് ഓരോ പോലെയാണ്. നിങ്ങൾക്ക് പറ്റിയ രീതി മറ്റൊരാൾക്ക് ശരിയാകണമെന്നില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും വേണ്ടത് അവരവർക്ക് ചേർന്ന പഠനരീതികളാണ്. ഓർക്കുക, നിങ്ങളുടെ ഓരോ അനുഭവവും തലച്ചോറിനെ മാറ്റുന്നുണ്ട്. അത് നല്ലതിനായാലും ചീത്തയ്ക്കായാലും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് കണ്ടെത്തുക, നല്ല ശീലങ്ങൾ തുടരുക, ചീത്ത ശീലങ്ങൾ ഉപേക്ഷിക്കുക. അതായത് ആ ശക്തി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് വേണ്ടതുപോലൊരു തലച്ചോറിനെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക.